മക്കയുടെ പ്രത്യേകതകൾ. ഉത്തരം: ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പണിത സ്ഥലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകത്വ പ്രഖ്യാപനം നടന്ന സ്ഥലം, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും താഴ്മയോടെ വിശ്വാസികൾ എത്തിച്ചേരേണ്ട സ്ഥലം, സുരക്ഷിതമായ ഹറം, രക്തച്ചൊരിച്ചിൽ പാടില്ലാത്ത സ്ഥലം, കഴിവുള്ളവൻ നിർബന്ധമായും ലക്ഷ്യം വെക്കേണ്ട ഒരേയൊരു സ്ഥലം, ത്വവാഫ് ചെയ്യപ്പെടാൻ പറ്റുന്ന പള്ളിയുള്ള സ്ഥലം, ചുംബിക്കലും തൊട്ടുമുത്തലും പുണ്യമുള്ള ഹജറുൽ അസ്വദ് ഉള്ള സ്ഥലം, 2 സ്ഥലത്ത് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ സ്ഥലം, ആരാധനകൾക്ക് ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്ഥലം, വിശ്വാസികൾ മുഴുവനും തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം, ദുഷ്ചിന്തകൾക്ക് ശിക്ഷ ലഭിക്കുന്ന സ്ഥലം, ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം. മക്കയിലേക്കുള്ള 3 പ്രധാന പ്രവേശന കവാടങ്ങൾ. ഉത്തരം: മുഅല്ല, മുസ്ഫല, ഷബീക. മക്കയുടെ പ്രധാനപ്പെട്ട പേരുകൾ. ഉത്തരം: മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദ്, അൽ ബലദുൽ അമീൻ, അൽ ബൽദത്ത്, ഹറമുൽ ആമീൻ, മആദ്, ഖറിയ, അൽ മസ്ജിദുൽ ഹറാം. ഹറമിൻ്റെ പ്രധാനപ്പെട്ട അതിർത്തികൾ: തൻഈം, നഖ്ല, അളാത്തുൽ ലബൻ, ഹുദൈബിയ, ജബൽ അറാഫാത്ത്. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങളുടെ എണ്ണം. ഉത്തരം: 9. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: ബാബുൽ ഫത്ഹ്, ബാബുൽ ഉംറ, മലിക് അബ്ദുൽ അസീസ് കവാടം, മലിക് ഫഹദ് കവാടം എന്നിവക്കരികെ 2 വീതം, ഒന്ന് സഫയുടെ സമീപം. ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? ഉത്തരം: ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത 7 പാപങ്ങൾ. ഉത്തരം: 1. അള്ളാഹുവിൽ പങ്കുചേർക്കൽ, 2. സിഹ്ർ ചെയ്യൽ, 3. അകാരണമായി ആളെ കൊല്ലൽ, 4. പലിശ തിന്നൽ, 5. യതീമിൻ്റെ ധനം ഭക്ഷിക്കൽ, 6. യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടൽ, 7. പരിശുദ്ധരായ മുസ്ലിം വനിതകളെ പറ്റി വ്യഭിചാരാരോപണം നടത്തൽ. നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകൾ. ഒരു ഫർള് നിസ്കാരം അതിൻ്റെ തൊട്ടടുത്ത നിസ്കാരത്തിൻ്റെ സമയവും വിട്ട് അലസമായി ഒരാൾ പിന്തിച്ചാൽ അവൻ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയും അലസതയും കാണുന്നവന് 14 ശിക്ഷകൾ ലഭിക്കുന്നതാണ്. ഇതിൽ 5 ദുനിയാവിലും, 3 മരണസമയത്തും, 3 ഖബറിൽ വെച്ചും, 3 മഹ്ശറയിൽ വെച്ചുമാണ് ഉണ്ടാവുക. ദുനിയാവിലെ ശിക്ഷകൾ: 1. ജീവിതത്തിൽ ബർക്കത്തോ ദൈവികമായ അനുഗ്രഹങ്ങളോ ലഭിക്കുകയില്ല. 2. സജ്ജനങ്ങളുടെ മുഖപ്രസന്നത അവനിൽ കാണുകയില്ല. 3. അവൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. 4. അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. 5. മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ അവന് ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. മരണസമയത്തെ ശിക്ഷ: 1. അവർ നിന്ദ്യനായി മരിക്കും. 2. വിശന്നു മരിക്കും. 3. മരണസമയം അസഹ്യമായ ദാഹം ഉണ്ടാകും. ഖബറിലെ ശിക്ഷകൾ: 1.
വാരിയെല്ലുകൾ കോർക്കപ്പെടും വിധം അവനെ ഞെരിക്കും. 2. ഖബറിൽ കത്തിക്കപ്പെടും. 3. ഖബറിൽ അവനെ ശിക്ഷിക്കാനായി ഒരു വലിയ സർപ്പത്തെ നിശ്ചയിക്കും. മഹ്ശറയിലെ ശിക്ഷകൾ: 1. കടുത്ത വിചാരണ ഉണ്ടാകും. 2. അല്ലാഹു അവനോട് കോപിക്കും. 3. അവന് നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. നിസ്കരിച്ചാൽ ലഭിക്കുന്ന ഗുണം: ഒരാൾ ശ്രദ്ധിച്ച് ശരിയായ നിലയിൽ നിസ്കാരം നിർവഹിച്ചാൽ 5 ഗുണങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ആദരിക്കും. 1. ജീവിത പ്രയാസം അല്ലാഹു അവനിൽ നിന്നും ഉയർത്തും. 2. ഖബർ ശിക്ഷയെ അവനിൽ നിന്നുയർത്തും. 3. അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം അവൻ്റെ വലം കൈയിൽ നൽകും. 4. അവർ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കും. 5. ഹിസാബ് കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ പേരാണ്. എന്താണത്? ഉത്തരം: ഹിന്ദ് റളിയല്ലാഹു അൻഹു. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവിയുടെ പേരുള്ള സൂറത്ത്. ഉത്തരം: സൂറത്തുൽ ജിന്ന്. ഹാഇന് ശേഷം ഹാ വരുന്ന എത്ര സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്? ഉത്തരം: സൂറത്തുന്നിസാ ആയത്ത് 128. ആയത്തു സ്വൈഫ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുന്നിസാ ആയത്ത് 176. അബൂലഹബിൻ്റെ തലക്കടിച്ച് ധീരവനിത. ഉത്തരം: ഉമ്മുൽ ഫളൽ. റാ കൊണ്ട് അവസാനിക്കുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? ഉത്തരം: 10 സൂറത്തുകൾ. റാ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തുകൾ ഏതൊക്കെ? ഉത്തരം: സൂറത്തുൽ മാഇദ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ശുറ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുംതഹിൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ കൗസർ. ബറാഅത്ത് രാവിൽ ഒരു മഹാന്റെ മുന്നിലേക്ക് ആകാശത്തു നിന്നും ഒരു പച്ചത്തുണി പാറിവന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നരകമോചനത്തെ എഴുതപ്പെട്ടിരുന്നു. ആരാണ് ആ മഹാൻ? ഉത്തരം: ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആരുടെ ഖബർ കുഴിക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെട്ടത്? ഉത്തരം: സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബിയും സ്വഹാബത്തും ചെയ്ത ഒരു പ്രവൃത്തി, എന്നാൽ ഇന്ന് ലോകത്ത് ഏത് മുസ്ലിം അത് പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിയമവിരുദ്ധമാണ്. ഏതാണ് ആ പ്രവൃത്തി? ഉത്തരം: ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ആദ്യമായി നോമ്പ് എടുത്ത ദിവസം? ഉത്തരം: ബുധൻ. തുടർച്ചയായി 40 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം: മൂസാ നബി അലൈഹിസ്സലാം.
മാസത്തിൽ 9 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ. ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം. 2 ദിവസം നോമ്പെടുക്കുകയും 1 ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. സംസാരം ഒഴിവാക്കലായിരുന്നു അവരുടെ നോമ്പ് എന്ന് പറയപ്പെട്ടത് ആരുടെ നോമ്പിനെ കുറിച്ചാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇസ്ലാമിലെ യുദ്ധങ്ങൾ. ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം അഹ്സാബ് യുദ്ധം. ഉഹുദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരെ വിന്യസിച്ച മല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജബൽ റൂമാത്ത്. ബദറിൽ ആരുടെ രൂപത്തിലാണ് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം കിനാന ഗോത്ര തലവനായ സുറാഖത്ത് ബിനു മാലിക്കിൻ്റെ വേഷത്തിൽ. ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിൻ്റെ പേര്? ഉത്തരം ഖലീബ് കിണർ. ബദർ, ഖന്തഖ്, ഉഹുദ് തുടങ്ങിയ യുദ്ധവേളകളിൽ മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി? ഉത്തരം അബ്ദുല്ലാഹി ബിനു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുക്കാതിരുന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട സ്വഹാബി? ഉത്തരം ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നിലകൊണ്ട 2 പ്രധാന ജൂതഗോത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം ബനു നളീർ, ബനു ഖുറൈള. ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം? ഉത്തരം 14. മക്ക വിജയം നടന്ന വർഷം? ഉത്തരം ഹിജ്റ 8. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര്? ഉത്തരം ഖസ്വത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധത്തിന് പറയുന്ന പേര്? ഉത്തരം സരിയ്യത്ത്. ഖൈബർ കോട്ടകൾ മുസ്ലിങ്ങൾ കീഴടക്കുമ്പോൾ സൈനിക നേതൃത്വം ആർക്കായിരുന്നു? ഉത്തരം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മക്ക കീഴടക്കാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന വിവരം ഖുറൈശികൾക്ക് ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച സ്വഹാബി? ഉത്തരം ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജൂത സ്ത്രീ നൽകിയ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരണപ്പെട്ട സ്വഹാബി? ഉത്തരം ബിശ്ർ റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ വിഷം ചേർത്ത് ഭക്ഷണം നൽകി സൽക്കരിച്ച ജൂതസ്ത്രീ? ഉത്തരം സൈനബ ബിൻത്ത് ഹാരിത. ഖൈബർ യുദ്ധ തടവുകാരിൽപ്പെട്ട ഒരു സ്ത്രീയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയുണ്ടായി. ആരെ? ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത അവസാനത്തെ യുദ്ധം?
ഉത്തരം തബൂക്ക് യുദ്ധം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ പേരാണ്. എന്താണത്? ഉത്തരം ഹിന്ദ് റളിയല്ലാഹു അൻഹു. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവിയുടെ പേരുള്ള സൂറത്ത്. ഉത്തരം സൂറത്തുൽ ജിന്ന്. ഹാഇന് ശേഷം ഹാ വരുന്ന എത്ര സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 128. ആയത്തു സ്വൈഫ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 176. അബുൽഹബിൻ്റെ തലക്കടിച്ച് ധീരവനിത. ഉത്തരം ഉമ്മുൽ ഫളൽ. റാ കൊണ്ട് അവസാനിക്കുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? ഉത്തരം 10 സൂറത്തുകൾ. റാ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തുകൾ ഏതൊക്കെ? ഉത്തരം സൂറത്തുൽ മാഇദ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ശുറ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുംതഹിൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ കൗസർ. ബറാഅത്ത് രാവിൽ ഒരു മഹാന്റെ മുന്നിലേക്ക് ആകാശത്തു നിന്നും ഒരു പച്ചത്തുണി പാറി വന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നരകമോചനത്തെ എഴുതപ്പെട്ടിരുന്നു. ആരാണ് ആ മഹാൻ? ഉത്തരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആരുടെ ഖബർ കുഴിക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെട്ടത്? ഉത്തരം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബിയും സ്വഹാബത്തും ചെയ്ത ഒരു പ്രവൃത്തി, എന്നാൽ ഇന്ന് ലോകത്ത് ഏത് മുസ്ലിം അത് പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിയമവിരുദ്ധമാണ്. ഏതാണ് ആ പ്രവൃത്തി? ഉത്തരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ആദ്യമായി നോമ്പ് എടുത്ത ദിവസം? ഉത്തരം ബുധൻ. തുടർച്ചയായി 40 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. മാസത്തിൽ 9 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം. 2 ദിവസം നോമ്പെടുക്കുകയും 1 ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. സംസാരം ഒഴിവാക്കലായിരുന്നു അവരുടെ നോമ്പ് എന്ന് പറയപ്പെട്ടത് ആരുടെ നോമ്പിനെ കുറിച്ചാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഹജ്ജത്തുൽ വിദാ എന്നാൽ എന്ത്? ഉത്തരം ഇസ്ലാമിക ജീവിത വ്യവസ്ഥിതിയുടെ പൂർത്തീകരണം നടത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിട ചോദിച്ചു. ഈ ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ. ഹജ്ജത്തുൽ വിദാഇന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് എന്ന്? ഉത്തരം ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ 24 ശനിയാഴ്ച ളുഹർ നിസ്കാര ശേഷം. ഹജ്ജത്തുൽ വിദാഇൻ്റെ മറ്റു പേരുകൾ? ഉത്തരം ഹജ്ജത്തുൽ തമാം, ഹജ്ജത്തുൽ ഇസ്ലാം, ഹജ്ജത്തുൽ ബലാഗ്.
മലക്കുകളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയരായത് എത്ര തവണ? ഉത്തരം 4 തവണ. ഏതൊക്കെ അവസരങ്ങളിലായിരുന്നു മലക്കുകളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയരായത്? ഉത്തരം 1. ഹലീമ ബീവിയുടെ പരിചരണകാലത്ത് കൂട്ടുകാരൻ അബ്ദുള്ളയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ. 2. 10-ാം വയസ്സിൽ മക്ക മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ. 3. 40 വയസ്സിൽ ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതരായപ്പോൾ. 4. 51-ാം വയസ്സിൽ ഇസ്രാ മിഅ്റാജിന് പുറപ്പെടുന്നതിന് മുമ്പ്. ഹൃദയ ശസ്ത്രക്രിയയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം തിരുഹൃദയത്തിലെ പൈശാചിക പ്രേരണകളെ നീക്കം ചെയ്യൽ. ആദ്യം ഇസ്ലാം വിശ്വസിച്ച സ്ത്രീ? ഉത്തരം ഖദീജ റളിയല്ലാഹു അൻഹ. ആമുൽ ഫീൽ എന്നാൽ എന്ത്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തെ ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം എന്നറിയപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ സ്ത്രീകൾ ആരെല്ലാം? ഉത്തരം ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ, ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ, ബനു സഅദ് ഗോത്രത്തിലെ ഒരു സ്ത്രീ, ഉമ്മു ഐമൻ ബറക, ബനു സുലൈം ഗോത്രത്തിലെ 3 സ്ത്രീകൾ, ഉമ്മു ഫറവ, ഉമ്മു ബുർദ. വഹ്യ് എന്നാൽ എന്ത്? ഉത്തരം സമൂഹത്തിന് മാർഗദർശനം നൽകാൻ അല്ലാഹു തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന അറിവുകൾക്കാണ് വഹ്യ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹ്യ് ലഭിച്ചത് എവിടെ വെച്ച്? ഉത്തരം മക്കയിലെ ഹിറാ ഗുഹയിൽ വെച്ച്. ആദ്യമായി വഹ്യ് ലഭിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം? ഉത്തരം 40 വയസ്സ്. ഏതു ദിവസമാണ് വഹ്യിൻ്റെ ആരംഭം? ഉത്തരം ലൈലത്തുൽ ഖദ്റിൽ. ആദ്യമായി ഇറങ്ങിയ ഖുർആൻ വചനം? ഉത്തരം ഇഖ്റ ബിസ്മി. ആദ്യകാലത്ത് ഇസ്ലാം വിശ്വസിച്ചവർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അസ്സാബിഖൂനൽ അവ്വലൂൻ. അടിമകളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്? ഉത്തരം സൈന് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച പ്രമുഖർ ആരെല്ലാം? ഉത്തരം ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിലെ എത്ര ആളുകളെ അറിയലാണ് മുസ്ലിമിന് നിർബന്ധമുള്ളത്? ഉത്തരം 20 പിതാമഹന്മാരുടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര: പിതാവ് അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുൽ മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്, ഖാലിബ്, ഫിഹ്ർ, മാലിക്, നളർ, കിനാനത്ത്, ഖുസൈമത്ത്, മുദ്രിക്കത്ത്, ഇല്യാസ്, മുളർ, നിസാർ, മഅദ്, അദ്നാൻ. ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര്? ഉത്തരം മുഹമ്മദ്. മഹ്ദി ഇമാമിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം അബ്ദുള്ള.
മഹ്ദി എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. ഉത്തരം: സത്യമാർഗം കണ്ടെത്തിയ വ്യക്തി, സന്മാർഗത്തിന് കാരണക്കാരനായി വർത്തിക്കുന്നവൻ, മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ടയാൾ എന്നൊക്കെയാണ് മഹ്ദി എന്ന അറബി പദത്തിനർത്ഥം. ആരിൽ നിന്നായിരിക്കും മഹ്ദി പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം: ഖുറൈശിൽ നിന്ന്. ഖുറൈശികളിലെ ഏതു വംശത്തിൽ നിന്നായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക? ഉത്തരം: ബനു ഹാഷിമിൽ നിന്ന്. ബനു ഹാഷിമിൽ ആരുടെ പരമ്പരയിൽ നിന്നായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക? ഉത്തരം: അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നിന്ന്. അബ്ദുൽ മുത്തലിബിൻ്റെ ഏതു മക്കളിൽ നിന്നായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക? ഉത്തരം: അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മക്കളിൽ നിന്ന്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഏതു മക്കളുടെ പരമ്പരയിൽ നിന്നായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക? ഉത്തരം: ഫാത്തിമ ബീവിയുടെ മക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹു സന്താന പരമ്പരയിലായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക എന്നാണ് പ്രബല അഭിപ്രായം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പറഞ്ഞു: എൻ്റെ ഈ പുത്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ മുതുകിൽ നിന്ന് നബി തങ്ങളുടെ അതേ പേരുള്ള ഒരാൾ പിറക്കാൻ ഇരിക്കുന്നു. മഹ്ദി ഇമാം പുറപ്പെടുന്നതിനു മുന്നോടിയായി പറയപ്പെട്ട 3 പ്രധാന സംഭവങ്ങൾ. ഉത്തരം: 1. അബ്ബാസി ഖിലാഫത്ത് അവസാനിക്കുക. 2. സുഫിയാനി പുറപ്പെടുക. 3. വലിയൊരു വിഭാഗം ആളുകൾ മരുഭൂമിയിൽ ആഴ്ത്തപ്പെടുക. മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ? ഉത്തരം: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: എനിക്കു ശേഷം ഭരണം നടത്തുന്ന ഖലീഫമാരായിരിക്കും. പിന്നീട് അമീർമാർ രംഗത്ത് വരും. പിന്നീട് ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു പറ്റം രാജാക്കന്മാർ ഭരണം ഏറ്റെടുക്കും. അതെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു: നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു: എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഇമാം മഹ്ദി പുറപ്പെടുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. പ്രവാചകനാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന 60 വ്യാജന്മാർ രംഗത്തു വന്ന ശേഷമല്ലാതെ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുകയില്ല. നബി തങ്ങൾ പറയുന്നു: അവസാന കാലത്ത് എൻ്റെ സമുദായത്തിന് ഭരണാധികാരികളിൽ നിന്ന് അതിശക്തമായ വിപത്തുകൾ വന്നു ഭവിക്കുന്നു. ഇതുവരെ ആരും കേൾക്കുക പോലും ചെയ്യാത്ത കൊടിയ പരീക്ഷണത്തിന് മുസ്ലിങ്ങൾ വിധേയരാകും. വിശാലമായ ഭൂമി വളരെ ഇടുങ്ങുന്നതായി അവർക്ക് അന്ന് അനുഭവപ്പെടും. അക്രമികളിൽ നിന്ന് വിശ്വാസികൾക്ക് അഭയം നൽകാൻ ആ നാളുകളിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴാണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. മഹ്ദി ഇമാമിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. ഉത്തരം: സ്വഭാവത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുണ്ടാകും. എങ്കിലും രൂപത്തിലോ മുഖഛായയിലോ നബി തങ്ങളോട് സാദൃശ്യമുണ്ടാകില്ല എന്നാണ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത്. നബി തങ്ങളോളം വരില്ലെങ്കിലും സുന്ദരനായ ചെറുപ്പക്കാരനായിട്ടാണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. ശാന്തതയും ഗാംഭീര്യതയും ആ മുഖത്ത് നിന്ന് പ്രസരിക്കും. ദീനിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി അറിയുന്ന നല്ലൊരു പണ്ഡിതനായിരിക്കും. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആശ്രയിക്കും. അദ്ദേഹമാകട്ടെ ആരെയും ആശ്രയിക്കില്ല. മഹ്ദി ഇമാമിൻ്റെ ശാരീരിക പ്രകൃതി. ഉത്തരം: വിശാലമായ നെറ്റിത്തടം, ഉയർന്ന മൂക്ക്, അറബികളുടെ പോലെ വർണ്ണം, ഇസ്രായേലിയരുടേതു പോലുള്ള ശരീരപ്രകൃതി. മുൻപല്ലുകൾക്കിടയിൽ അല്പം വിടവ്. ആ വിടവിനിടയിലൂടെ പ്രകാശം പൊഴിയുന്നതായി കാണാം. വില്ലുപോലെ വളഞ്ഞ നീണ്ട പുരികം.
പുരികങ്ങൾക്കിടയിൽ അല്പം അകലം അഥവാ കൂട്ടുപുരികമല്ല. വിശാലമായ കണ്ണുകൾ. ഇടതൂർന്നു നിൽക്കുന്ന ശക്തമായ കറുപ്പുള്ള താടിരോമങ്ങൾ. ഇരു കണ്ണുകളിലും സുറുമയിട്ടിരിക്കും. വലത്തെ കവിളിൽ ഒരു കറുപ്പ് പുള്ളി. ചുമലിൽ നബി തങ്ങളുടെ ഖത്മുൻ-നുബുവ്വത്ത് മുദ്ര പോലെ ഒരു അടയാളം. ഖത്വാൻ എന്ന ദേശത്ത് നിർമ്മിക്കുന്ന 2 കോട്ടുകൾ ധരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെയാണ് മഹ്ദി ഇമാമിൻ്റെ ശാരീരിക പ്രകൃതിയെന്ന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു. മക്കയുടെ പ്രത്യേകതകൾ. ഉത്തരം: ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പണിത സ്ഥലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകത്വ പ്രഖ്യാപനം നടന്ന സ്ഥലം, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും താഴ്മയോടെ വിശ്വാസികൾ എത്തിച്ചേരേണ്ട സ്ഥലം, സുരക്ഷിതമായ ഹറം, രക്തച്ചൊരിച്ചിൽ പാടില്ലാത്ത സ്ഥലം, കഴിവുള്ളവൻ നിർബന്ധമായും ലക്ഷ്യം വെക്കേണ്ട ഒരേയൊരു സ്ഥലം, ത്വവാഫ് ചെയ്യപ്പെടാൻ പറ്റുന്ന പള്ളിയുള്ള സ്ഥലം, ചുംബിക്കലും തൊട്ടുമുത്തലും പുണ്യമുള്ള ഹജറുൽ അസ്വദ് ഉള്ള സ്ഥലം, 2 സ്ഥലത്ത് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ സ്ഥലം, ആരാധനകൾക്ക് ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്ഥലം, വിശ്വാസികൾ മുഴുവനും തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം, ദുഷ്ചിന്തകൾക്ക് ശിക്ഷ ലഭിക്കുന്ന സ്ഥലം, ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം. മക്കയിലേക്കുള്ള 3 പ്രധാന പ്രവേശന കവാടങ്ങൾ. ഉത്തരം: മുഅല്ല, മുസ്ഫല, ഷബീക. മക്കയുടെ പ്രധാനപ്പെട്ട പേരുകൾ. ഉത്തരം: മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദ്, അൽ ബലദുൽ അമീൻ, അൽ ബൽദത്ത്, ഹറമുൽ ആമീൻ, മആദ്, ഖറിയ, അൽ മസ്ജിദുൽ ഹറാം. ഹറമിൻ്റെ പ്രധാനപ്പെട്ട അതിർത്തികൾ. തൻഈം, നഖ്ല, അളാത്തുൽ ലബൻ, ഹുദൈബിയ, ജബലു അറാഫാത്ത്. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങളുടെ എണ്ണം. ഉത്തരം: 9. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: ബാബുൽ ഫത്ഹ്, ബാബുൽ ഉംറ, മലിക് അബ്ദുൽ അസീസ് കവാടം, മലിക് ഫഹദ് കവാടം എന്നിവക്കരികെ 2 വീതം, ഒന്ന് സഫയുടെ സമീപം. ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? ഉത്തരം: ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത 7 പാപങ്ങൾ. ഉത്തരം: 1. അള്ളാഹുവിൽ പങ്കുചേർക്കൽ, 2. സിഹ്ർ ചെയ്യൽ, 3. അകാരണമായി ആളെ കൊല്ലൽ, 4. പലിശ തിന്നൽ, 5. യത്തീമിൻ്റെ ധനം ഭക്ഷിക്കൽ, 6. യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടൽ, 7. പരിശുദ്ധരായ മുസ്ലിം വനിതകളെപ്പറ്റി വ്യഭിചാരാരോപണം നടത്തൽ. നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകൾ. ഒരു ഫർള് നിസ്കാരം അതിൻ്റെ തൊട്ടടുത്ത നിസ്കാരത്തിൻ്റെ സമയവും വിട്ട് അലസമായി ഒരാൾ പിന്തിച്ചാൽ അവൻ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയും അലസതയും കാണുന്നവന് 14 ശിക്ഷകൾ ലഭിക്കുന്നതാണ്. ഇതിൽ 5 ദുനിയാവിലും 3 മരണസമയത്തും 3 ഖബറിൽ വെച്ചും 3 മഹ്ശറയിൽ വെച്ചുമാണ് ഉണ്ടാവുക. ദുനിയാവിലെ ശിക്ഷകൾ. 1. ജീവിതത്തിൽ ബർക്കത്തോ ദൈവികമായ അനുഗ്രഹങ്ങളോ ലഭിക്കുകയില്ല. 2. സജ്ജനങ്ങളുടെ മുഖപ്രസന്നത അവനിൽ കാണുകയില്ല. 3.
അവൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. 4. അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. 5. മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ അവന് ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. മരണസമയത്തെ ശിക്ഷ. 1. അവർ നിന്ദ്യനായി മരിക്കും. 2. വിശന്നു മരിക്കും. 3. മരണസമയം അസഹ്യമായ ദാഹം ഉണ്ടാകും. ഖബറിലെ ശിക്ഷകൾ. 1. വാരിയെല്ലുകൾ കോർക്കപ്പെടും വിധം അവനെ ഞെരിക്കും. 2. ഖബറിൽ കത്തിക്കപ്പെടും. 3. ഖബറിൽ അവനെ ശിക്ഷിക്കാനായി ഒരു വലിയ സർപ്പത്തെ നിശ്ചയിക്കും. മഹ്ശറയിലെ ശിക്ഷകൾ. 1. കടുത്ത വിചാരണ ഉണ്ടാകും. 2. അല്ലാഹു അവനോട് കോപിക്കും. 3. അവനെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. നിസ്കരിച്ചാൽ ലഭിക്കുന്ന ഗുണം. ഒരാൾ ശ്രദ്ധിച്ച് ശരിയായ നിലയിൽ നിസ്കാരം നിർവഹിച്ചാൽ 5 ഗുണങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ആദരിക്കും. 1. ജീവിത പ്രയാസം അല്ലാഹു അവനിൽ നിന്നും ഉയർത്തും. 2. ഖബർ ശിക്ഷയെ അവനിൽ നിന്നുയർത്തും. 3. അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം അവൻ്റെ വലം കൈയിൽ നൽകും. 4. അവർ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കും. 5. ഹിസാബ് കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും.